ചേച്ചി ഇനി വരാൻ പോകുന്നത് ആര്യ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. കുറച്ചു നേരം കൊണ്ട് ആര്യ ചേച്ചി പാട്ടിന്റെ ലിസ്റ്റ് കണ്ടപ്പോ തന്നെ ഈ പാട്ട് കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ വളരെ ഫേവറേറ്റ് ആണെന്ന്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോ ഒരാൾ ഓർമ്മ വരും. എന്റെ കൂടെ പഠിച്ച ജോസ്നി. അതെന്താ? ഈ പാട്ടിലൊരു ആക്ഷൻ ഇല്ലേ, ഇങ്ങനെ കണ്ണടക്കുന്ന ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവള് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു എപ്പോഴും. ആളെ പക്ഷെ ഇപ്പം ഫേസ്ബുക്കിലും കാണാനില്ല, ഇൻസ്റ്റാഗ്രാമിലും കാണാനില്ല. അപ്പൊ ആരെങ്കിലും കണ്ടു കിട്ടുന്നതാണെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്യണം. ഇങ്ങനെ കണ്ണടക്കുന്ന ഒരു ചേച്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആര്യ ചേച്ചിനെ കോൺടാക്ട് ചെയ്യണം. അതെ, സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതെ. അപ്പൊ ഓക്കെ, ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാനായിട്ട് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവാണ്. ദുർഗക്കുട്ടിയാണ് എത്തുന്നത്. വിളിച്ചാലോ? Yes, let's welcome Durgakutti on stage. Hi. കൊള്ളാലോ. ഇതെന്താ, ലാച്ചയോ? അല്ല, പിന്നെന്താ? സറാറ. ഓക്കേ. എന്താ ഇതൊക്കെ? എന്താ ചേട്ടാ എന്താ സറാറയോ? സഹാറാന്ന് കേട്ടിട്ടുണ്ട്. സറാറ. ഓ, ഞാൻ ആദ്യം ഇത് ഉടുപ്പിന് അങ്ങനെയാണോ പറയുന്നത്? എന്നോട് ജനീലിയ ചേച്ചിയാ പറഞ്ഞത്. അതെ, സറാറ കറക്റ്റാ. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിനൊക്കെ ചുരിദാറെന്നാ പറഞ്ഞോണ്ടിരുന്നത്. നീണ്ട ടോപ്പും പാന്റും ഇട്ടായിരിക്കും ചുരിദാറാ. ഇത് എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റർ മാം ഉണ്ട്. ആ മാം എനിക്ക് ഗിഫ്റ്റ് ധന്യ മാം. ധന്യ മാം വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇന്ന് എന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ. അതെ, ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്റെ സ്കൂളിന്റെ പേര് VVHS താമരക്കുളം. VVHS താമരക്കുളം. എന്റെ പേര് സഫീന എന്നാണ്. ഞാന് ദുർഗമോളുടെ സ്കൂളിലെ HM ആണ്. എന്നോടൊപ്പം ഞങ്ങളുടെ കൊളീഗ്സ് ശാരി ടീച്ചർ, സുഗതൻ സാറ്, ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഋഷാദ് സാറും ഒക്കെ വന്നിട്ടുണ്ട്. ഹലോ. ദുർഗക്കുട്ടിയുടെ പാട്ട് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ഏറെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഞങ്ങളുടെ ദുർഗമോള്. ദുർഗമോളുടെ പാട്ട് ഇന്ന് ലൈവായിട്ട് കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഫ്ലോറിൽ ദുർഗ കാരണമായിട്ട് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. അധ്യാപകർക്കും നമസ്കാരം. നമസ്കാരങ്ങൾ. അപ്പൊ ഇന്നൊരു പ്രൗഡ് സ്റ്റുഡന്റ് ആണല്ലേ? യെസ്. ഏത് പാട്ടാ പാടാൻ പോന്നെ? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. അതല്ലേ ഫേവറേറ്റ് പാട്ട്? അതെ 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 അതെ. ഡീറ്റെയിൽസ് മൂവി അഴകിയ രാവണൻ. ഇയർ 1996. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് കൈതപ്പുറം സാർ. പാടിയത് സുജാതമ്മ. ഇതിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ കേരള സ്റ്റേറ്റ് അവാർഡ് ലിറിക് റൈറ്ററിനും സംഗീത സംവിധായകനും പാട്ടുകാരിക്കും ഒന്നിച്ചു കിട്ടിയ വളരെ റയർ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് ഈ സിനിമയുടെ ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഗംഭീരമാണ്. പിന്നെ മാത്രല്ല, ഗിരീഷേട്ടന് കൈതപ്പുറം തിരുമേനിയിൽ എഴുതിയത് ഈ പാട്ട് ഞാൻ എഴുതിയിരുന്നെങ്കിൽ, അതായത് ഗിരീഷേട്ടൻ എഴുതിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന്, അസൂയ തോന്നിയിട്ടുണ്ടെന്ന് ഈ പാട്ട് കൈതപ്പുറം തിരുമേനി എടുത്ത്. ബ്യൂട്ടിഫുൾ. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ദുർഗക്കുട്ടി. നന്നായി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ദുർഗയുടെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തനനാന തനന ഗന്ധർവഗാനമീ മഴ. ആദ്യാനുരാഗരാമഴ. പ്രണയമണി തൂവൽ
അരികിൽ വരുമ്പോൾ പനിനീർമഴ, അകലത്തു നിന്നാൽ കണ്ണീർമഴ, മിണ്ടുന്നതെല്ലാം തെളിനീർമഴ, പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ, മെല്ലെ മാറോടു ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, മെല്ലെ മാറോടു ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, പുതുമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. വിരഹങ്ങളേകി ചിന്തി മഴ, അഭിലാഷമാകെ മായാമഴ, സാന്ത്വനം പെയ്തു കനിവിൻ മഴ, മൗനങ്ങൾ പാടി മൊഴിനീർമഴ, പ്രേമ സന്ദേശമോദിയെത്തുന്നു പുലരി മഞ്ഞിൻ മഴ, പ്രേമ സന്ദേശമോദിയെത്തുന്നു പുലരി മഞ്ഞിൻ മഴ, സ്വരമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. ആഹാ കനിഞ്ഞ് ഒരു നല്ലൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് ദുർഗക്കുട്ടിക്ക്. അതെന്താണ്? ശബ്ദം. ശബ്ദം. നല്ല ശബ്ദം, നല്ല ബ്യൂട്ടിഫുൾ ശബ്ദമാണ്. താങ്ക് യു സാർ. അപ്പോൾ ആ ശബ്ദത്തിൽ ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ശ്രുതി അമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ല? കേൾക്കണം കുഞ്ഞേ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും കേട്ടത് ഇത് വളരെ നല്ലൊരു നല്ല ഹിറ്റായിട്ടുള്ള പാട്ടല്ലേ? രവീന്ദ്രമാഷ് ആണോ? മധുചേട്ടന്റെ അടുത്ത് നിന്നാണ് ദുർഗക്കുട്ടിക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യം ആദ്യമായിട്ടുണ്ടായത്. മധുരനമ്പരക്കാറ്റ് സംഗീതം വിദ്യാസാഗർ സാറാണ്. പക്ഷെ ഈ ഭാഗം രവീന്ദ്രമാഷും പാടിയിട്ടുണ്ട്. എനിക്കുള്ള ചിത്ര ചേച്ചിയാണോ കൂടെ പാടിയിട്ടുണ്ട്. യെസ്, കേട്ടോ? അപ്പൊ അതൊന്ന് കേൾക്കണം. ഇത് വെറുതെ കേട്ടാ പോരാ, ഈ കാര്യം പ്രാബല്യത്തിൽ വരുത്തണം. ഓക്കെ. അപ്പൊ ഇന്ന് എം ജി അങ്കിളും ആര്യം പറഞ്ഞു, പിന്നെ അവിടെയൊക്കെ ശ്രുതി പ്രോബ്ലം, പിന്നെ സംഗതികളുടെ ക്ലാരിറ്റി, ഡൈനാമിക്സ്. ഈ പാട്ടിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡൈനാമിക്സ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പാട്ടില് ആദ്യാനുരാഗ രാമഴയിൽ കുറച്ച് സ്ക്രാച്ചും ഉണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എനിക്ക് മെയിനായിട്ട് തോന്നിയത് സംഗതികളുടെ ക്ലാരിറ്റി, പിന്നെ പ്രേമ സന്ദേശം ഓതിയെത്തുന്നതിൻ്റെ പ്രേമ, അതിൻ്റെയും ശ്രുതി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുർഗക്കുട്ടി ആരാ?
ദുർഗക്കുട്ടി ആരാ? ഞാൻ പിന്നെ ആള് മാറുമോ? പിന്നെ ആസ് എ മ്യൂസിക് സ്റ്റുഡന്റ് ഈ പാട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആദ്യമായിട്ടൊരു അകാരം കിട്ടിയിട്ട് അതിനെ സ്വരാക്കിയിട്ട് മാറ്റി പഠിച്ച അല്ലെങ്കിൽ മാറ്റാൻ ട്രൈ ചെയ്ത ഒരു മനസ്സിലായി, പാട്ട് മനസ്സിലായി. എനിക്ക് ആ portion ഇതായിരുന്നു. മനസ്സിലായി. അതെ അതെ, അത് പല രീതിയിൽ നിസഗരി നിഗരീസാന്ന് പാടി ആദ്യം. അപ്പൊ എന്റെ അടുത്ത് ടീച്ചർ എന്നോ നീ അല്ല വരാ കണ്ടുപിടിച്ചിട്ടോ സാരിമപ്പാന്ന് പാടി അവസാനം അല്ല തെറ്റി, അങ്ങനെ മാറി 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 എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച അവസാനം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു പാട്ടാണ് ഇത്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇറ്റ്സ് വൺ സ്റ്റെപ്പ് ഒരു ആസ് എ സ്റ്റുഡന്റ്. അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാ. ഇപ്പം അത് പറഞ്ഞില്ലേ ആരാവെന്ന്, അതിന് ഉത്തരം അങ്കിള് പറയട്ടെ. ശ്രുതി അമ്മ, ലേമച്ചൻ, മകളുടെ പേരു ദുർഗക്കുട്ടി. അതെ, ഓക്കെ, എച്ചമ്മനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടെ വന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടെ ലൈവായിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദുർഗയുടെ പാട്ട് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രവേശനോത്സവം മുതൽ 5ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുത്ത ആ ദിവസം തന്നെ, പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ ദുർഗമോളുടെ പാട്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ അത് മാത്രമല്ല ടീച്ചറെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ദുർഗക്കുട്ടിയുടെ പാട്ട് ആദ്യമായിട്ട് സ്കൂളിൽ നിന്നല്ലേ ആദ്യമായി ദുർഗക്കുട്ടി പാട്ട് പാടുന്നത് ഒരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു? എനിക്കൊന്ന് സാറായിരുന്നോ? അത് ഞങ്ങളുടെ സുഗതൻ സാറാണ് സോഷ്യൽ മീഡിയ. അത് കേട്ടോ എം ജെ അങ്കളെ, ഈ സാറാണ് ദുർഗക്കുട്ടി പാടുന്ന ആദ്യമായിട്ട് പോർട്രേറ്റ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്നിട്ട് അത് നമ്മുടെ ശിവൻകുട്ടി സാറൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തു. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ സൈറ്റിലേക്ക് അത് കൊടുക്കുകയും സാർ അത് ഷെയർ ചെയ്ത് നല്ലൊരു റീച്ച് അതിന് കിട്ടുകയും ചെയ്തതാണ്. സുഗതൻ സാറാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. സുഗതൻ സാറിന് ഒരു വലിയൊരു സ്പെഷ്യൽ താങ്ക്സ്. സാറ് മ്യൂസിക് എടുക്കുന്നതാണോ അതോ വേറെ സബ്ജക്ട് എടുക്കുവാണോ? സബ്ജക്റ്റ് ആണ്. ഞാന് ഗണിതശാസ്ത്രമാണ് മോളെ പഠിപ്പിക്കുന്നത്. ഹലോ, ഹായ്. ക്ലാസ്സിലൊന്നും അങ്ങനെ കാണാറില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. കണക്കിലും പിടിക്കുകയാണോ? കുഴപ്പമില്ല, പിടിക്കുകയാണ്. എല്ലാവരും കണക്കാണോ? എല്ലാം കണക്കാ, എല്ലാം കണക്കാ. എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, എനിക്കറിയാം. ഒരു കണക്കെത്തി. കണക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എന്റെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇതാണ് കേട്ടോ. സുനിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ടീച്ചേഴ്സിന് കിട്ടിയാൽ നമ്മൾ അറിയാതെ ആ സബ്ജക്ട് അങ്ങ് മറക്കരുത്. സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ആദ്യം മര്യാദയ്ക്ക് തീറ്റ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ മാർക്കിലേക്ക് പോവാ ദുർഗക്കുട്ടി. യെസ്, ദുർഗക്കുട്ടി, your score is 96.5 out of 100. അപ്പൊ ദുർഗക്കുട്ടി, ടീച്ചേഴ്സും സാറുമാരും ഒക്കെ വന്ന് നമുക്ക് അവരുടെ മുന്നിൽ ഭയങ്കര നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടും സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന്, അല്ലേ? അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡൊക്കെ എടുത്ത് കാണാം, നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവല്ലോ. അതൊരു വലിയ ഗുണമാണല്ലേ, നമുക്കിത് എപ്പോഴും എടുത്ത് കാണാമല്ലോ. അപ്പൊ എന്തുകൊണ്ടും ഒരു സ്പെഷ്യൽ മൊമെന്റ് ആവട്ടെ ഇത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.